എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം. വെളിപ്പാട് 7:15. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാധ്യതകളുടെ മറ്റൊരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. മഹത്വത്തിൽ ദൈവത്തിൻ്റെ സേവ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ദൈവിക കരുതലാണ് ഇവിടെ നമ്മൾ വായിച്ചത്. വിശ്വസ്ത സാക്ഷികൾക്കുള്ള ദൈവസന്നിധിയിൽ പ്രവേശനം ലഭിക്കുകയും തുടർന്ന് ഹൃദയശുദ്ധിയോടെ ദൈവത്തെ കാണുകയും ചെയ്യുന്ന രംഗമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ലേവ്യ പുരോഹിതന്മാരുടെ ചുമതല രാവും പകലും ദൈവത്തിന് ശുശ്രൂഷകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. അത് 1 ദിനവൃത്താന്തം 9-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാം. 9-ാം വാക്യത്തിൽ കണ്ടതുപോലെ ദൈവസിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നവർ സർവ്വജാതികളിൽ നിന്നും ഗോത്രക്കാരിൽ നിന്നും ഭാഷക്കാരിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ്. ഇത് വിപ്ലവാത്മകമായ ഒരാശയമാണ്. ഭൗതിക യെരുശലേം ദേവാലയത്തിൽ ജാതികളുടെ പ്രാകാരം കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിപ്പാൻ യഹൂദർക്കല്ലാതെ മറ്റാർക്കും അവകാശമുണ്ടായിരുന്നില്ല. യഹൂദർക്കും പുറജാതികൾക്കും മധ്യേയുള്ള വേർപാടിൻ്റെ നടുച്ചുവർ ലംഘിച്ച് അകത്ത് കടക്കുന്നവർക്ക് മരണശിക്ഷ നൽകുമെന്ന മുന്നറിയിപ്പ് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ഈ വലിയ മതിൽ കടന്ന് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് യഹൂദ്യ സ്ത്രീകൾക്കുള്ള പ്രാകാരമാണ്. അതിൻ്റെ അപ്പുറത്ത് സ്ത്രീകൾക്ക് പ്രവേശിപ്പാൻ സാധ്യതയല്ല. എന്നാൽ യഹൂദ പുരുഷന്മാർ അവിടവും കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇസ്രായേലിയരുടെ പ്രാകാരത്തിൽ ആരാധിക്കും. അതിനപ്പുറം അന്തർഭാഗത്തുള്ള പ്രാകാരം പുരോഹിതന്മാർക്ക് മാത്രമുള്ളതാണ്. ഏറ്റവും ഉള്ളിലായി അതിവിശുദ്ധ സ്ഥലം, അവിടെ മഹാപുരോഹിതന് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു മതപാരമ്പര്യം അറിയാവുന്നവർക്കാണ് സ്വർഗീയ യെരുശലേമിനെ പറ്റിയുള്ള ദർശനം യോഹന്നാൻ എഴുതുന്നത്. അവിടെ യഹൂദനെന്നോ പുറജാതിയെന്നോ വ്യത്യാസമില്ലാതെ സകലരും ദൈവസിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നു. ക്രിസ്തു വേർപാടിൻ്റെ നടുച്ചുവരുകളെല്ലാം ഇടിച്ചു കളഞ്ഞിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൂടുതൽ സംഗതമായി ദർശിക്കപ്പെടുന്നു. 15-ാം വാക്യത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവരുടെ ഇടയിൽ വസിക്കും എന്നുള്ള പരിഭാഷ ശരിയാണെങ്കിലും മൂലപദത്തിൻ്റെ, അതായത് ഗ്രീക്ക് പദത്തിൻ്റെ ഗാംഭീര്യം മുഴുവൻ ലഭിക്കുന്നില്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ 1:14 വായിക്കുന്നു. അതിൻ്റെ മൂലപദവും അതുതന്നെയാണ്. കൂടാരം അടിച്ച് അതിൽ പാർത്തു എന്നാണ് അർത്ഥം. ഷെഖീന എന്ന എബ്രായ പദവും സ്കെനൂൺ എന്ന ഗ്രീക്ക് പദവും തമ്മിലുള്ള ശബ്ദ സാമ്യമായിരിക്കാം ഈ പദപ്രയോഗത്തിന് യോഹന്നാനെ പ്രേരിപ്പിച്ചത്. എബ്രായ പദം പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വപൂർണവും സാദൃശ്യവുമായ സാന്നിധ്യത്തെ കുറിക്കുന്നു. പ്രകാശപൂർണമായി പ്രശോഭിക്കുന്ന മേഘശകലത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ പ്രതിരൂപം സീനായി മലയിലും മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിലും ഇത് ദൃശ്യമായിരുന്നു. രാത്രിയിൽ ഇസ്രായേൽ ജനത്തിന് മാർഗദർശനം നൽകിയ അഗ്നിത്തൂണും ഇതുതന്നെയാണ്. ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠാ കർമ്മം
നിർവഹിച്ചപ്പോഴും ഈ ദൈവ സാന്നിധ്യം ദൃശ്യമായി. അതുകൊണ്ട് ഇവിടെ സംഗതമായ സ്കെനൂൺ എന്ന ഗ്രീക്ക് പദം ഒരു യഹൂദൻ്റെ മനസ്സിൽ ഷെക്കീന എന്ന എബ്രായ പദത്തെയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെയും അർത്ഥത്തെയുമാണ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവം കൂടാരം അടിച്ചു പാർക്കുക അല്ലെങ്കിൽ നിവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വ സാന്നിധ്യമുണ്ടാകുക എന്നാണ് അർത്ഥം. പൂർവീക എബ്രായക്കാരുടെ ഭാഷയിൽ ദൈവം ഒരു സ്ഥലത്തുണ്ടെന്ന് പറയുന്നതിന് പകരം യഹൂദ റബിമാർ ഷെക്കീന അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയാറ്. യഹോവ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സങ്കീർത്തനം 11:4 വായിക്കുന്നു എന്ന് പറയുന്നതിന് പകരം പിൽക്കാലത്തെ യഹൂദന്മാർ ദൈവത്തിൻ്റെ ഷെക്കീന ദേവാലയത്തിൽ ലഭ്യമായി എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടു എന്ന് യെശയ്യാവ് പറയുന്ന സ്ഥാനത്ത് പിൽക്കാല യഹൂദന്മാർ സർവ്വലോകത്തിൻ്റെയും രാജാവിൻ്റെ ഷെക്കീനായെ എൻ്റെ കണ്ണുകൾ കണ്ടു എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 7:15 സാരം ഇതാണ്: ദൈവം തൻ്റെ മഹത്വ സാന്നിധ്യം അനുഗ്രഹീതരായ വിശുദ്ധ ഗണത്തിന് നൽകി. ആ ദൈവിക പ്രഭയിൽ അവർ ദൈവത്തെ സേവിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിലും അങ്ങനെ തന്നെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവർക്ക് അവരുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വപ്രഭയുണ്ടാകും എന്നാണ് അർത്ഥം. വരുവാനിരിക്കുന്ന കഠിന കഷ്ടതകളെ യോഹന്നാൻ വർണ്ണിക്കുമ്പോൾ സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആശയഭാഷാ രൂപങ്ങൾ പൊതുവെ ഉപയോഗിക്കുന്നത് ശ്രദ്ധേയമാണ്. മത്തായി 24 അധ്യായത്തിലും മർക്കോസ് 13 അധ്യായത്തിലുമൊക്കെ ഈ പ്രസക്ത ഭാഗങ്ങൾ നമ്മളിന്ന് വായിച്ച വാക്യത്തിൻ്റെ അർത്ഥത്തിൽ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരം ആയിരിക്കും. വളരെ പ്രത്യാശയുള്ള വാക്കാണ്. അതോടൊപ്പം ഉറപ്പും ധൈര്യവും നമുക്ക് നൽകുന്ന വാക്കാണ്. കൂടാരം പഴയ നിയമത്തിൽ മാറി മാറി അടിക്കപ്പെടുന്നതാണ് എങ്കിലും ദൈവത്തിൻ്റെ കൂടാരം, ദൈവത്തിൻ്റെ തണൽ, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി വഴി നടത്തപ്പെട്ട യഹൂദന്മാരുടെ ദൈവാനുഭവം എത്രയായിരുന്നോ അതിനേക്കാൾ 10 മടങ്ങ് അധികമായ ദൈവീക മഹത്വത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഈ വിശുദ്ധ ഗണത്തോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുകയും ഞങ്ങളെ വഴികാട്ടിയായി ആലോചന നൽകുകയും ചെയ്യണമേ. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിപ്പാൻ, യാത്രകളിൽ കർത്താവെ സുരക്ഷിതരായിരിക്കാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. തിരുകൃപ കൂടെ ഇരുന്ന് ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അടിയങ്ങളെ കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് വിശേഷമായി പ്രാർത്ഥിക്കുന്നു. കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു പുതുവർഷം ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.